ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒരുമിച്ച് മത്സരിച്ച ശേഷം സുഹൃത്തുക്കളായവരാണ് ആദിലയും നൂറയും അനുമോളും. എന്നാൽ ഫിനാലെ വീക്കിൽ ഉണ്ടായ ചില വിവാദങ്ങൾ മൂലം ആദിലയും നൂറയും അനുമോളുമായുള്ള ഈ ഹൃദയബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. പാട്ട ഗേൾസ് എന്ന പേരിലാണ് മൂവർ സംഘം അറിയപ്പെടുകയും ചെയ്തത്. അതിനാൽ തന്നെ ഇവർക്കിടയിൽ വിള്ളൽ വീണത് ബേബി പ്രേക്ഷകർക്കും വലിയ രൂപത്തിലുള്ള വിഷമമായി മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം 3 പേരും പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് സൗഹൃദം വീണ്ടും പൊടിതട്ടിയെടുക്കുകയും ഒരുമിച്ച് സിനിമ കാണാൻ പോവുകയും എല്ലാം ചെയ്തിരുന്നു. ആ വീഡിയോകൾ വൈറലായ ശേഷം അനുമോളോട് മിണ്ടിയതിൽ നൂറയ്ക്ക് തൃപ്തിയില്ലാത്ത തോന്നിയ കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു. അതിന് മറുപടി നൽകിയിരിക്കുകയാണ് നൂറ. ഇപ്പോൾ ഈഗോ വെച്ചിരിക്കാനുള്ളതല്ല താനെന്ന് നൂറ പറഞ്ഞു. അനുമോളോട് മിണ്ടിയത് എനിക്ക് ഇഷ്ടമല്ലാത്ത തരത്തിൽ പോലും പറയുന്നത് കണ്ടു. ഞാൻ ഓവർ എക്സ്ട്രാവേർട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ അനുവും ആദിലയും എക്സ്ട്രാവേർട്ടാണ്. ഞങ്ങൾ എല്ലാവരും മിണ്ടിയ ശേഷം എല്ലാവരും പറയുന്നത് കണ്ടു. എന്തൊക്കെയാണെങ്കിലും മുൻപ് പറഞ്ഞത് നടക്കുന്നിരിക്കെ എന്നൊക്കെയെല്ലാം തന്നെ. ഞാനൊരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അത് സെൽഫ് റെസ്പെക്റ്റ് എന്ന കാര്യമാണ്. അത് ഞാൻ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട്. പിന്നെ സെൽഫ് റെസ്പെക്റ്റും ഈഗോയും തമ്മിൽ ഒരുപാട് ദൂരവുമുണ്ട്. ഈഗോ വെച്ച് നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കിഷ്ടപ്പെട്ട ആളുകൾ എന്നോട് വന്ന് മിണ്ടിയാൽ ഞാനും തിരിച്ചു മിണ്ടും. എനിക്ക് അത്രയും പ്രിയപ്പെട്ടവർ ചെറുതായി ചിരിച്ചാൽ പോലും ഞാൻ മിണ്ടുക ചെയ്യും. എന്നാൽ മിണ്ടാതെ ടൈം വേണം, സ്പേസ് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതും ഞാൻ കൊടുക്കാറുണ്ട്. അല്ലാതെ മിണ്ടാൻ നിർബന്ധിച്ച് ശല്യം ചെയ്യാറുമില്ല. അനുവും എല്ലാം മനസ്സിലാക്കി. വഴക്ക് വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് കണ്ടവരെ നാളെ കാണണമെന്നുമില്ല. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ പിണക്കം വന്നാലും കുറച്ച് സമയം അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നോക്കുക. അനുവിനോട് മിണ്ടാതിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ നന്നായി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അനുവും ഇമോഷണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുമുണ്ട്. ഓരോ സിറ്റുവേഷൻ കൊണ്ടും ഇതൊക്കെ സംഭവിച്ചു പോയി. ഈഗോ വെച്ച് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലത് സംസാരിക്കുന്നതാണെന്നാണ് ആദിലയും നൂറയും തുറന്നു പറഞ്ഞത്. ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട്. ആദിലയും നൂറയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ എന്നും ഇതിനിടെ പ്രചരിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളാണ് എന്നും വേർപിരിയാൻ പോകുന്നു എന്ന തരത്തിൽ വരെ സോഷ്യൽ മീഡിയയിൽ വാർത്തകളും പ്രചരിച്ചു തുടങ്ങി. എന്നാൽ ഇതെല്ലാം തന്നെ വ്യാജമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആദില നൂറ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.